ജിദ്ദ കോഴിക്കോട് വിമാനം വൈകിയതിൽ പരാതിപ്പെട്ട പ്രവാസിക്ക് സ്പൈസ് ജെറ്റ് നഷ്ടപരിഹാരം നൽകി. 24 മണിക്കൂറിലേറെ വൈകിയതിന് ടിക്കറ്റ് നിരക്കിന്റെ 150% നഷ്ടപരിഹാരമായി അനുവദിച്ചത്. ഈ സൗകര്യം കൃത്യമായി ഉപയോഗിക്കാൻ പ്രവാസികൾ തയ്യാറാകണമെന്ന് യാത്രക്കാരൻ അഭിപ്രായപ്പെട്ടു. ജിദ്ദയിൽ ജോലി ചെയ്യുന്ന പെരിന്തൽമണ്ണ സ്വദേശിയായ എഞ്ചിനീയർ നിസാർ പെരുന്നാളിന് നാട്ടിലെത്താൻ 2 മാസം മുമ്പ് തന്നെ കുറഞ്ഞ നിരക്കിൽ കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്തു. യാത്ര ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വിമാനം 24 മണിക്കൂർ വൈകുമെന്ന് സ്പൈസ് ജെറ്റിൽ നിന്നുള്ള അറിയിപ്പ്. ടിക്കറ്റ് നിരക്ക് റീഫണ്ട് ചെയ്യുകയോ റീഷെഡ്യൂൾ ചെയ്ത വിമാനത്തിൽ യാത്ര ചെയ്യുകയോ ആകാമെന്നും വിമാന കമ്പനി അറിയിച്ചു. എന്നാൽ സീസൺ ആയതുകൊണ്ട് പുതിയ ടിക്കറ്റ് എടുക്കാൻ നിരക്ക് കൂടുതലായതിനാൽ എടുത്ത ടിക്കറ്റ് റദ്ദാക്കാതെ നിസാർ അടുത്ത ദിവസം വരെ കാത്തിരുന്നു. 28 മണിക്കൂറോളം വൈകി സ്പൈസ് ജെറ്റിൽ തന്നെ നാട്ടിലെത്തി. വൈകിയതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിസാർ സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അഥവാ ഗാക്കയ്ക്കും സ്പൈസ് ജെറ്റിനും പരാതി നൽകി. നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞിട്ട് ജാക്കയ്ക്ക് കംപ്ലൈന്റ് ചെയ്തു. അതിൽ അവരെ മെയിൽ വന്നു, തിരിച്ച് റിപ്ലൈ വന്നു, നിങ്ങൾ സെയിം ഫ്ലൈറ്റ് കമ്പനിക്ക് തന്നെ പരാതി നൽകണമെന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നു. അതിൽ സ്പൈസ് ജെറ്റിന് തന്നെ അവർ കസ്റ്റമർ കെയറിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്തു. അവർ കംപ്ലൈന്റ് ചെയ്തപ്പോൾ അവർ 2 ദിവസം റിപ്ലൈ ഒന്നും വന്നില്ല. 3-ാമത്തെ ദിവസം അവർ പറഞ്ഞ് നിങ്ങൾക്ക് 500 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ആണ് എനിക്ക് അവർ അതിന് പകരമായിട്ട് തന്നത്. അപ്പോൾ ഇതും കൂടി വെച്ചിട്ട് ജാക്കയ്ക്ക് ഞാൻ കംപ്ലൈന്റ് ചെയ്തു. നഷ്ടപരിഹാരമായി 500 രൂപയുടെ വൗച്ചറാണ് സ്പൈസ് ജെറ്റ് ആദ്യം അനുവദിച്ചത്. ഇതിനെതിരെ ഗാക്കയ്ക്ക് നിസാർ വീണ്ടും പരാതി നൽകി. ഇതേ തുടർന്ന് സ്പൈസ് ജെറ്റ് ടിക്കറ്റ് നിരക്കും അധികമായി ടിക്കറ്റ് നിരക്കിന്റെ 50% അനുവദിച്ചു. സ്പൈസ് ജെറ്റിന്റെ നോഡൽ ഓഫീസറിനെ കോൺടാക്ട് ചെയ്തു. അവർ മെയിൽ വന്നു, നിങ്ങൾക്ക് 50% കോമ്പൻസേഷനും ടിക്കറ്റ് ഫുള്ള് റീഫണ്ടും അനുവദിച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് ആ പരിപൂർണമായിട്ടും ഫുള്ളായിട്ടുള്ള റീഫണ്ടും അതുപോലെ തന്നെ 50% കോമ്പൻസേഷനും കിട്ടിയിട്ടുണ്ട് സ്പൈസ് ജെറ്റിന്. വിമാനം വൈകുകയോ റദ്ദാകുകയോ ചെയ്താൽ ഗാക്കയുടെ വെബ്സൈറ്റ് വഴി പരാതി നൽകാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ട വിമാന കമ്പനിക്കും ഇമെയിൽ വഴി പരാതി നൽകാം. ഈ സൗകര്യം പ്രവാസികൾ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നില്ല എന്നാണ് റിപ്പോർട്ട്. ജലീൽ കണമംഗലം, 24 ജിദ്ദ.